20 സാൻഡൽവുഡ് പ്ലാന്റേഷൻ, എമൗണ്ട് 18 ലക്ഷം രൂപ. ഇതിൽ നിന്ന് റവന്യൂ എപ്പോഴാണ് കിട്ടാം? 10 മുതൽ 15 കൊല്ലത്തിനുള്ളിൽ ഇത് മുറിച്ച് ഗവൺമെന്റ് കൊടുത്താൽ ആരാണ് പ്രോപ്പർട്ടിയുടെ ഓണർ അവരുടെ അക്കൗണ്ടിലേക്ക് 2 കോടി മുതൽ 5 കോടി രൂപ വരെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. കിട്ടുന്ന പൈസയത് നോക്കി തന്നു വളർത്തി തന്നതിന് 5% കമ്പനി. ക്ലിയർ ആയല്ലോ? അപ്പൊ കമ്പനി ലക്ഷ്യം എന്താ? 28,000 പ്ലോട്ടുകൾ വിറ്റഴിക്കാൻ. അപ്പൊ കമ്പനി ലക്ഷ്യം ഈ 28,000 പേർക്ക് 5 കോടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ആവശ്യം. അപ്പൊ ഈ ചന്ദനമലയിൽ 20 എണ്ണം നോക്കി പരിപാലിച്ചു കൊടുത്താൽ കമ്പനിക്ക് 5% കിട്ടും. അപ്പൊ ടീച്ചർക്ക് 5 കോടി കമ്പനി വാങ്ങി തന്നു. എത്ര തരണം? 25 ലക്ഷം രൂപ. അപ്പോ അങ്ങനത്തെ 28,000 × 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കമ്പനി ലക്ഷ്യം. അപ്പൊ എത്രയും 28,000 × 25 ലക്ഷം എന്ന് പറയുമ്പോൾ 7,000 കോടി രൂപ കമ്പനി. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5 കോടി വാങ്ങി തന്ന കമ്പനിക്ക് എന്ത് കിട്ടും? 7,000. എവിടെന്നാ? ഗവൺമെന്റിൽ നിന്ന്. ക്ലിയർ ആയല്ലോ? അപ്പോ 5 കോടി ഉണ്ടാക്കി തരാ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ നിന്ന് 5%. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്റെ പണി അല്ലേ? ഐ മേക്ക് മണി, ഞാൻ പൈസ ഉണ്ടാക്കുന്നു ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. നിങ്ങളെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാനും പണം ഉണ്ടാക്കുന്നു. തെറ്റാണ്. ഇനി എനിക്ക് കമ്പനിക്ക് 7,000 കോടി രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്ഥലം മേടിക്കാതിരിക്കും? ഇല്ല, നിങ്ങൾക്ക് 5 കോടി മേടിച്ചു കൊടുത്തല്ലേ അല്ലേ? അപ്പൊ 2 കോടി മേടിച്ചിട്ട് കമ്പനിക്ക് എത്ര നഷ്ടം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് വൈകാനം പറഞ്ഞ പൈസ കിട്ടിയില്ല, കറക്റ്റ് കമ്പനിക്ക്. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? ഇതിന് നല്ല വളം അല്ലേ ഇതൊക്കെ കൊടുത്ത് ഇത് എന്താ പറയാ ഇതിനൊക്കെ ഉഷാറാക്കി ഉത്തരവാദിത്തം ആർക്കാ? കമ്പനിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് ഈ. അപ്പൊ ചിലർ ചോദ്യം സാറേ 15 കൊല്ലം കാത്തിരിക്കണ്ടേ? നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്താ? വേണ്ട, 5 സെന്റ് ഭൂമിയിൽ 16 മരങ്ങൾക്കിടയിൽ ഒരു കോട്ടേജ്, എമൗണ്ട് 95 ലക്ഷം. അയ്യോ, 95 ഇല്ലല്ലോ, വേണ്ട. 1 ലക്ഷമോ 1 ലക്ഷമോ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം കൂടെ എന്താ? പെട്ടെന്ന് വിട്ടേക്കും വാടക. അപ്പൊ അവിടെ അപ്പൊ ആദ്യത്തെ വരുമാനം എന്താ? ഫസ്റ്റ് വരുമാനം ആദ്യത്തെ സാലറിയിൽ ഓൺലി കൾട്ടിവേഷൻ ഇൻകം മാത്രമേ ഉള്ളൂ, പ്ലസ് ഭൂമി മറിച്ചിട്ടായി കിട്ടുന്ന ലാൻഡ് അപ്രീസിയേഷൻ. രണ്ടാമത്തിൽ 3 വരുമാനമാണ്. 1 റെന്റൽ ഇൻകം, 2 അഗ്രികൾച്ചർ ഇൻകം, 14 മരങ്ങളുണ്ട്. 3 ലാൻഡ് അപ്രീസിയേഷൻ. നേരത്തെ എന്താ പറഞ്ഞ ലിറ്റി 22.5 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് അല്ലേ? 45 ലക്ഷം രൂപ 2 കോട്ടേജുകൾ. ഇന്ന് വരെ എത്രയും? 1 കോടി 90 ലക്ഷം. എത്ര ലാഭം? 1 കൊല്ലം ആവുന്നതിന് മുമ്പ് 1 കോടി 45 ലക്ഷം ലാഭം. ലാൻഡ് അപ്രീസിയേഷൻ. ഇനി നിങ്ങൾ അറിയാതെ പോയ രഹസ്യം പറയട്ടെ. കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ടോട്ടൽ വിസ്തീർണമുള്ളത് 96 ലക്ഷം ഏക്കറാണ്. എനിക്കോ കേരളത്തിന്റെ ടോട്ടൽ വിസ്തീർണം 96 ലക്ഷം ഏക്കർ. ഇനി സെല്ലബിൾ പ്രോപ്പർട്ടി കേരളത്തിൽ വിൽക്കാനായിട്ട് ഇനി ആകെയുള്ളത് 10 ലക്ഷം ഏക്കറാണ്. ഓക്കെ, 10 കൊല്ലം കഴിഞ്ഞ ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഭൂമി കൂടുന്നുണ്ടാവും ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഇന്ന് ബാംഗ്ലൂര് അല്ലേ, ഉത്തർപ്രദേശ്, ബോംബെ, ഇവിടേക്ക് എന്തായി? സ്ക്വയർ ഫീറ്റ് ആയി. കൊച്ചിയിൽ ഒരു മിക്ക സ്ഥലത്തും സ്ക്വയർ ഫീറ്റ് ആയി. അപ്പൊ ഇപ്പൊ വാങ്ങിയ ഭൂമി എന്ത് ചെയ്യാം? നമുക്ക് 10 കൊല്ലം കഴിയുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ വിൽക്കാം അല്ലേ? അപ്പൊ 3 വരുമാനമുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. 12 ഏക്കറിൽ വയനാട് പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യും. ഇതിന്റെ ഗുണം നമുക്ക് 3 വരുമാനമുള്ളത് ഇവിടെ അത് 4 എണ്ണമായിട്ട് മാറും. അതായത് ഇവിടെ ചന്ദന കൃഷിക്ക് പുറമെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ നിങ്ങൾ അവിടെ വെക്കാൻ പറ്റുമോ എല്ലാ തരം കൃഷികളും ഇവിടെയുണ്ട്. ഓക്കെ, ഒരു സന്തോഷ വാർത്ത കൂടിയിട്ടുണ്ട്. ഇതിന്റെ കല്ലിടൽ ചടങ്ങ്, ഈ 12 ഏക്കറിന്റെ കല്ലിടൽ ചടങ്ങ് ജനുവരി 31-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മൾ നടത്തപ്പെടുകയാണ്. പണി തുടങ്ങുകയാണ്. ആ പണി അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് ഒരു 6 to 8 മന്തിനുള്ളിൽ തന്നെ റവന്യൂ തുടങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ അല്ലാണ്ട് പറയുന്നത് 1 കൊല്ലാണെങ്കിൽ കൂടെ അതിനു മുമ്പേ തന്നെ ഇതിൻ്റെ വരുമാനം കിട്ടിത്തുടങ്ങും. പിന്നെ ഗുണമെന്താ? ചീരയ്ക്ക് എത്ര സമയം വേണം?
28 ദിവസം അല്ലേ? മുട്ട, കോഴി എത്ര ദിവസം വേണം ഒരു കോഴി വലുതായി മുട്ടയിടാൻ? എത്രയെങ്കിലും അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇതിൻ്റെ കൂടെ റവന്യൂ. അപ്പം എന്തായി? അഗ്രികൾച്ചർ ഇവിടെ മറ്റൊന്നും കൂടെ ഒരു അല്ലെ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്നുള്ള വരുമാനം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ എല്ലാത്തരം കൃഷികളും ഉണ്ട്, ഫാം ടൂറിസം കോട്ടേജുകളുണ്ട്, അതിൻ്റെ വരുമാനമുണ്ട്. യെസ്, അതിന് വീട്